ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പം വിവോയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ നമ്മൾ പല ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും ചെക്ക് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ റെഡിയാക്കുന്നത്. അപ്പം ഇതിൽ പറയുന്ന ലോവസ്റ്റ് ആയിട്ടുള്ള പ്രൈസ് ഏത് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിലാണ് കണ്ടത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം അവിടെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് കിട്ടും. ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണ്, 8000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിവോ Y18i എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ബേസിക് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ് ഇത്. HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിന്റെ നോച്ച് കൊടുത്തിട്ടുള്ളൂ. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യൂണി SoC T612 എന്ന ബേസിക് ആയിട്ടുള്ള പ്രോസസ്സറാണ് വരുന്നത്. 13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയൊക്കെയാണ് വരുന്നത്. 5000 mAh ബാറ്ററിയും 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 8000 രൂപ പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി വിവോയുടെ ഭാഗത്തുനിന്ന് 5G ഫോൺ വേണം എന്നുണ്ടെങ്കിൽ 10,100 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് 5G ഫോൺ കിട്ടുന്നുണ്ട്. ഇപ്പം വിവോ T3 ലൈറ്റ് എന്ന സ്മാർട്ട് ഫോൺ 10,100 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ സെയിം ബാറ്ററി സെറ്റപ്പാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 6300 എന്ന പ്രോസസ്സറും വരുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം ഇതിൽ 5G സപ്പോർട്ട് ഉണ്ട്. 10,100 രൂപ പ്രൈസ് റേഞ്ചിൽ അത് കൺസിഡർ ചെയ്യാം. പക്ഷെ ഞാൻ അതിനേക്കാൾ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുക വിവോ T3X 5G എന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും. 12,150 രൂപ പ്രൈസ് റേഞ്ചിൽ. ഇപ്പം ആ ഒരു ഫോണിലോട്ട് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഫുൾ HD റെസൊല്യൂഷൻ കിട്ടുന്നുണ്ട്. പഞ്ച്വൽ ഡിസൈൻ എക്സ്ട്രാ വരുന്നുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള 6000 mAh ബാറ്ററി 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ സെയിം ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ഇതിലും വരുന്നത്. 12,150 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 17,300 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ T3 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് AMOLED ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 7200 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. പക്ഷേ മെയിൻ ക്യാമറ സെൻസറിൽ വോയിസിന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പിന്നെ 5000 mAh ബാറ്ററി 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് വരുന്നത്. 17,300 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ T3 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പം ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് AMOLED ഡിസ്പ്ലേയുടെ കൂടെ എക്സ്ട്രാ ആയിട്ട് കേർവ്ഡ് ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചറും കൂടി ലഭിക്കുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. പിന്നെ 5,500 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ 26,000 രൂപ പ്രൈസ് റേഞ്ചിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വിവോ V30 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇപ്പം വിവോ T3 പ്രോയിലേതുപോലുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ എക്സ്ട്രാ ആയിട്ട് 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറയിൽ 50 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. പിന്നെ 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററി ഇതിൽ വരുന്നുള്ളൂ. പക്ഷേ 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടിന് വരുന്നുണ്ട്. 26,000 രൂപ പ്രൈസ് റേഞ്ചിൽ അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ T3 Ultra എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പം ഇതിലും 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേയും കേർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ് വരുന്നത്. ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 9200+ എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. 5,500 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് കുറച്ചും കൂടിയൊക്കെ പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള നല്ലൊരു പ്രോസസ്സർ വരുന്ന ഒരു ഫോണാണ്. നിങ്ങൾക്ക് അതല്ല ക്യാമറയിൽ ഒരു ടെലിഫോട്ടോ ലെൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ 35,000 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ V30 Pro എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിലോട്ട് വരുമ്പോൾ ക്യാമറയിൽ 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. ടെലിഫോട്ടോ ലെൻസ് ഒക്കെ വരുന്നുണ്ട്. 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. 5000 mAh ബാറ്ററി കൊടുത്തിട്ടുള്ളൂ. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. ഇതിൽ MediaTek Dimensity 8200 എന്നുള്ള പ്രോസസ്സറേ വരുന്നുള്ളൂ. ഓർക്കേണ്ട കാര്യം വിവോ T3 Ultra'യിലാണ് ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ വരുന്നത്. പക്ഷേ ഈ ഒരു ഫോണിൽ നമുക്ക് ടെലിഫോട്ടോ ലെൻസ് ആണ് എക്സ്ട്രാ ലഭിക്കുന്നത്. അപ്പോൾ 35,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ 50,000 രൂപ പ്രൈസ് റേഞ്ചിലോട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വിവോ V40 Pro എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് വരുന്നത്. പിന്നെ MediaTek Dimensity 9200+ എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5,500 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 50,000 രൂപ പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യാവുന്നതാണ്.
പക്ഷേ അതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ വിവോ X200 എന്നുള്ള സ്മാർട്ട് ഫോൺ 66,000 രൂപ പ്രൈസ് റേഞ്ചിൽ എടുക്കുന്നതായിരിക്കും. കാരണം നിങ്ങൾ എന്തായാലും 50,000 രൂപ ഒക്കെ മുടക്കുന്നുണ്ട്. അപ്പം ഒരു 16,000 രൂപ കൂടി കൂട്ടിയിട്ട് വിവോ X200 എടുക്കാം. ഇത് ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. അപ്പം ഇതിൽ 6.6 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ MediaTek Dimensity 9400 എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസർ വരുന്നുണ്ട്. 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഇതിൽ മികച്ചൊരു ക്യാമറ പെർഫോമൻസ് തന്നെ ലഭിക്കുന്നതായിരിക്കും. മികച്ച ക്യാമറ സ്പെസിഫിക്കേഷൻ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 5800 mAh ബാറ്ററി 90 വാട്ടിന്റെ വാസാൻ സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 66,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 95,000 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ X200 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ 6.78 ഇഞ്ചിന്റെ സ്ക്രീൻ സൈസ് ആണ് വരുന്നത്. ബാക്കി ഡിസ്പ്ലേ ഫീച്ചേഴ്സ് സെയിം ആണ്. പിന്നെ സെയിം ആയിട്ടുള്ള പ്രോസസർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 50+200+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. മികച്ച ക്യാമറ പെർഫോമൻസ് ഇതിൽ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റിയിട്ടുള്ള ക്യാമറ പെർഫോമൻസ് ലഭിക്കും. പിന്നെ 6000 mAh ബാറ്ററിയും 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 30 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 95,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ചില ആൾക്കാർക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ വേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് വിവോയുടെ ഭാഗത്ത് നിന്ന് 1,60,000 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ X Fold 3 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പം ഇതിൽ 2 ഡിസ്പ്ലേ വരുന്നുണ്ട്. ഉള്ളിൽ 8.03 ഇഞ്ചിന്റെ 2K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹാഫിലായിട്ട് 6.53 ഇഞ്ചിന്റെ ഒരു ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇതിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+64+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. 2 ഡിസ്പ്ലേയും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5700 mAh ബാറ്ററിയും 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 1,60,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പം ഇതൊക്കെയാണ് വിവോയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഓപ്ഷൻസ്. അപ്പം ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.